നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. ചന്ദ്രാപ്പനിയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് നേരെ കല്ലേറ്. വാഴ്ത്തപ്പെട്ട യവുപ്രാസ്യാമയുടെ 136-ാം ജനനത്തിരുന്നാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മതിലകത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് മതിലകം പടിഞ്ഞാറ് ഭാഗത്ത് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. കനത്ത മഴയോടൊപ്പമെത്തിയ ചുഴലിക്കാറ്റ് 2 മിനിറ്റോളം വീശിയടിച്ചതായി നാട്ടുകാർ പറയുന്നു. മരങ്ങൾ റോഡിൽ വീണ് ഗതാഗതവും സ്തംഭിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. മതിലകം പാപ്പനിവട്ടം ബാങ്ക് പരിസരത്ത് പാമ്പിനെഴുത്ത് സെയ്തുവിന്റെ വീട്ടുപറമ്പിലെ മാവ് കടപുഴകി വീണ് വീട്ടുമതിലും ഗേറ്റും തകർന്നു. ഇതേ പറമ്പിലെ തെങ്ങുകളും കവുങ്ങുകളും വാഴകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. തൊട്ടടുത്ത പറമ്പറമ്പിൽ അജയന്റെ പണിതുകൊണ്ടിരിക്കുന്ന വീടിന് മുകളിൽ അയിനി മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടമാത്ര പ്രദീപിന്റെ വീട്ടുമതിൽ മരം വീണ് തകർന്നിട്ടുമുണ്ട്. പണിക്കാട്ടിൽ ശശീന്ദ്രന്റെ കോഴി ഫാം പ്ലാവ് വീണ് തകർന്നു. ഇതേ പറമ്പിലെ തന്നെ 50ഓളം കുലച്ച വാഴകൾ, 10ഓളം അടയ്ക്കാമരം, തെങ്ങ്, ജാതിമരം എന്നിവയും ഒടിഞ്ഞു വീണിട്ടുണ്ട്. തോട്ടുപുറത്ത് സുബ്രഹ്മണ്യന്റെ പറമ്പിലെ മഹാഗണി മരം കടപുഴകി വീണ വിറകുപുരയും തകർന്നു. കൈതാരത്ത് മാത്യു, കൈതാരത്ത് സൈമൺ, പണിക്കാട്ടിൽ സുകുമാരൻ, ചിറയിൽ അപ്പു, അടിപ്പറമ്പിൽ ലതാ സുന്ദരൻ, ചിറയിൽ വേണുഗോപാൽ, പറവറമ്പിൽ സുനിൽകുമാർ, അടിപ്പറമ്പിൽ ഭരതൻ എന്നിവരുടെ വീട്ടുപറമ്പിലെ വൃക്ഷങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി തിമിർത്തു പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ കനത്ത വെള്ളക്കെട്ടിലായി. വീടുകളും റോഡുകളും വെള്ളക്കെട്ടിലായതോടെ ജനങ്ങൾ ദുരിതത്തിലായി. നാട്ടിക, വലപ്പാട്, തളിക്കുളം, വാടാനപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം റോഡുകളും വെള്ളത്തിനടിയിലാണ്. നാട്ടിക പഞ്ചായത്തിലെ 10-ാം വാർഡിലെ കോങ്ങാട്ടിൽ രാമൻ മേനോൻ റോഡും വെള്ളത്തിനടിയിലായി. ഇതോടെ റോഡ് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. സമീപത്തെ കാന ഇടിഞ്ഞതിനെ തുടർന്ന് നീരൊഴുക്കും തടസ്സപ്പെട്ടു. പ്രദേശമാകെ വെള്ളത്താൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം കുരുടിയാറ മൈത്രിധരന്റെ 1/2 ഏക്കറോളം കരനെൽ കൃഷി പൂർണ്ണമായും നശിച്ചു. ചന്ദ്രാപ്പനിയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് നേരെ കല്ലേറ്. ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു. ചാലക്കുടി നിർമ്മല IT കോളേജിന്റെ ബസ്സിന് നേരെയാണ് കല്ലേറുണ്ടായത്. കോളേജിന് അവധിയായതിനാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചന്ദ്രാപ്പനിയിൽ ദേശീയപാതയോരത്ത് ബസ് പാർക്ക് ചെയ്തിരുന്നത്. വ്യാഴാഴ്ച രാവിലെ ബസ് എടുക്കാനെത്തിയ ഡ്രൈവർ മിസ്രിയെയാണ് ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്ന നിലയിൽ കണ്ടത്. കോളേജ് അധികൃതർ മതിലകം പോലീസിൽ പരാതി നൽകി. കാട്ടൂർ നെടുമ്പുരയിൽ കടകൾക്ക് നേരെ ആക്രമണം. നെടുമ്പുര സെന്ററിൽ പ്രവർത്തിക്കുന്ന 2 കടകൾക്കും വെയിറ്റിംഗ് ഷെഡിനും നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. കടകളുടെ പുറത്തു വച്ചിരുന്ന സോഡാ കുപ്പികൾ ഉപയോഗിച്ചാണ് സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. കണ്ണൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വലപ്പാട് ബീച്ചിൽ മറ്റൊരാളുടെ ഭൂമി വ്യാജ ആധാരം നിർമ്മിച്ച് തട്ടിയെടുത്ത കേസിൽ ആധാരമെഴുത്തുകാരൻ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. വലപ്പാട് ബീച്ച് സ്വദേശികളായ വിക്രംജേരി രഞ്ജിത്ത്, വിക്രംജേരി ഉല്ലാസ്, പുനത്തിൽ രാമനന്ദൻ, ആധാരമെഴുത്തുകാരൻ ജോഷി മടത്തിങ്കൽ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ബീച്ച് സ്വദേശി മണി എന്നയാളുടെ പേരിലാണ് വ്യാജ ആധാരം നിർമ്മിച്ചത്. ഈ കേസിൽ മുൻ സബ് രജിസ്ട്രാർ ഷാഹിദ ബീഗത്തെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇടവേള.